വെൽക്കം ടു ലീനൂസ് കിച്ചൺ. അപ്പം ലീനൂസ് കിച്ചണിൽ എന്നും ലീനു ആണ് കുക്കിംഗ് റെസിപ്പി ആയിട്ട് വരുന്നത്. ഇൻട്രോ തരുന്നതൊക്കെ ലീനു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇൻട്രോ ചെയ്യുന്നത്. അപ്പോൾ റംദാനൊക്കെ തുടങ്ങി, എല്ലാവർക്കും റംദാൻ കരീം. ആൻഡ് സോ റംദാൻ തുടങ്ങിയ പ്രമാണിച്ച് എല്ലാവരും ഇഫ്താറിന് സ്നാക്സ് ഉണ്ടാക്കണം ഇല്ലേ? അപ്പോൾ എല്ലാവരും ഇഫ്താർ സ്നാക്സ് ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതിന് കുറേയൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ഇന്നത്തെ ഇഫ്താർ സ്നാക്ക് ബനാന പോളയാണ്. ഓക്കെ, നമ്മളിത് പല പേരിൽ പല സ്ഥലത്ത് പറയും. ബനാന പോള, ബനാന കേക്ക്, പിന്നെ നമ്മുടെ മലബാർ സ്പെഷ്യൽ കായ്പോള എന്നും പറയും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യേണ്ട സാധനമാണ് ഇത്. ഞാൻ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു, അത് ഞാനിതിൽ കാണിക്കുന്നില്ല. സൂപ്പർ സാധനമാണ് കേട്ടോ, കഴിക്കേണ്ടതും. എസ്പെഷ്യലി ഇഫ്താർ സ്നാക്കിന് പറ്റിയത് എല്ലാം കണ്ടൻറ്റും ഉണ്ടാവും അതിൻ്റെ അകത്ത്. ഹെൽത്തിയുമാണ്, കാരണം നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ഓവറാക്കുന്നില്ല. നമ്മുടെ ലീനു എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ? അപ്പോൾ ഈ മലബാർ സ്പെഷ്യൽ ബനാന പോള അല്ലെങ്കിൽ കായ്പോള അല്ലെങ്കിൽ ബനാന കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഏത്തപ്പഴമാണ്. ഇവിടെ ഞാൻ 2 പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ഏത്തപ്പഴമാണ്. അതിനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഒത്തിരി കുഞ്ഞാക്കരുത്, കാരണം പിന്നെ അത് കാണാൻ ഒരു രസം ഉണ്ടാവില്ല പോളയിൽ. അപ്പോൾ ഇച്ചിരി വലുതായിട്ട് തന്നെ ഈ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ 2 ഏത്തപ്പഴവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കണം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുത്ത നെയ്യിലോട്ട് തന്നെയാണ് ഈ ഏത്തപ്പഴം കൂടെ ചേർക്കുന്നത്. എന്നിട്ട് ഇത് നന്നായി വറുത്തെടുക്കണം. അതായത് ഒരു കളർ മാറി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. പിന്നെ ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകാൻ പാടില്ല ഈ പഴം. അപ്പോൾ അതാ നമ്മുടെ ഏത്തപ്പഴം എല്ലാം നന്നായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ഒരു ബൗളിൽ 4 വലിയ മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായി അടിച്ചെടുക്കണം, കാരണം എന്നാലേ നമ്മുടെ പോള നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ ഈ അടിച്ചു വെച്ച മുട്ടയിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കാം. പിന്നെ ഒരല്പം ഉപ്പ്, അതായത് ഈ മധുരം എല്ലാം കൂടെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കണം. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ കുറച്ച്, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റി കിസ്മിസ് എടുക്കുക. ഇത് നെയ്യിൽ വറുത്തെടുത്തതാണ്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, ഞാനിവിടെ അണ്ടിപ്പരിപ്പ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് വറുത്തെടുത്തേക്കുന്നത്. നെയ്യിലാണ് വറുത്തെടുത്തേക്കുന്നത്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഏത്തപ്പഴവും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം കൂടെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോള ഉണ്ടാക്കാൻ പോകുന്ന പാൻ വെക്കുന്നത്. കാരണം അടി കരിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാനാണ് അടിയിൽ ഒരു പാൻ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് പാൻ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പ് പാനാണ് എടുത്തേക്കുന്നത്, കാരണം നമുക്ക് ഇച്ചിരി ഒരു കേക്ക് പോലെ ആയി കിട്ടും. നിങ്ങൾക്കൊരു ഫ്ലാറ്റ് പാൻ വേണമെങ്കിൽ അതും എടുക്കാം. അപ്പോൾ ഇനി ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തടവാം. ആൻഡ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്ക് പാനാണ്. അങ്ങനെ നന്നായി നെയ്യൊക്കെ നമുക്ക് എല്ലാ ഭാഗത്തും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പോളയുടെ മിക്സ്ചർ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക. അതായത് ജസ്റ്റ് ഒന്ന് ആ ലെയർ ഈവൻ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങനെ സ്പൂണും കൊണ്ട് തന്നെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം, ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ. അത് എന്നിട്ട് നിങ്ങൾ ഒരു ടൂത്ത് പിക്ക് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അത് ക്ലീൻ ആയിട്ട് വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് കുക്ക്ഡ്. അല്ലെങ്കിൽ അതേ ബാറ്റർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കുക്ക് ചെയ്യേണ്ടി വരും.
അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 30 to 35 minutes ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണമെങ്കിൽ ഇത് ഒരു പാനിൻ്റെ മുകളിലോട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് ആ മോൾ ഭാഗവും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പം ഞാൻ ഈ സ്റ്റെപ്പ് ചെയ്തപ്പോൾ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. റെക്കോർഡ് പ്രസ് ചെയ്തെന്ന് ഓർത്തതാണ്, പക്ഷേ അത് റെക്കോർഡായില്ല. അതിന് സോറി. ഇനി നെക്സ്റ്റ് ടൈം ഞാൻ എടുക്കുവാണെങ്കിൽ ഐ വിൽ ട്രൈ ടു പോസ്റ്റ് ഇറ്റ്. പക്ഷേ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഈസ് ഓപ്ഷണൽ, കാരണം ആ മോൾ ഭാഗവും നമുക്കൊന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ദ ഹോൾ തിങ് ഇസ് കുക്ക്ഡ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ ഒരു കളറിന് വേണ്ടി നമ്മളിതൊന്ന് 2 മിനിറ്റ് വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് അതിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ കളർ നല്ല കളറായി കിട്ടും. അപ്പോൾ അതാ നമ്മുടെ മലബാർ സ്റ്റൈൽ അല്ലെങ്കിൽ മലബാർ ഭാഗത്തുള്ള എല്ലാവരുടെയും ഫേവററ്റ് ആയ ഒരു സംഭവമാണിത്, ബനാന പോള അല്ലെങ്കിൽ കായ്പോള. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഈ ഇഫ്താറിന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. ആരും മറക്കണ്ട നമ്മുടെ ലീനൂസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും. ഓക്കെ, സോ സബ്സ്ക്രൈബ് ചെയ്തവർ ഒന്ന് ശ്രദ്ധിക്കുക. ഓരോ വീഡിയോയിലും പോയിട്ട് പിന്നെയും സബ്സ്ക്രൈബ് ചെയ്യേണ്ട. സബ്സ്ക്രിപ്ഷൻ ഒരു തവണ ചെയ്താൽ മതി. നിങ്ങൾ പിന്നെ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അത് സബ്സ്ക്രൈബ് ആവും. സോ അങ്ങനെ ചെയ്യരുത്, ഒറ്റ തവണ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ലൈക്കും ഒരു തവണ ചെയ്താൽ മതി, കാരണം ഒരു വീഡിയോ നമുക്ക് ഒരു തവണ ലൈക്ക് ചെയ്യാൻ പറ്റും. ഈവൻ ഷെയർ നിങ്ങൾ എത്ര വേണമെങ്കിലും ചെയ്തു. കീപ് ഷെയറിങ്, എല്ലായിടത്തും എത്തട്ടെ ലീനൂസ് കിച്ചൻ. So thank you for watching Leenu's Kitchen. Keep share, like, subscribe. So അടുത്തൊരു എപ്പിസോഡും വരുന്നത് വരെ ബൈ ഫ്രം ലീനൂസ് കിച്ചൻ. ജിജിയും ഒപ്പം ലീനു പുറകിലുണ്ട്. ഓക്കെ, സോ ബൈ.